ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ ഊബർ ഏണിങ്സിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പം ഇലക്ട്രോണിക് സിറ്റിയാണുള്ളത്. കഴിഞ്ഞ വീഡിയോ കുറച്ച് നീളം കൂടിപ്പോയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെറുതാക്കി എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്, 4:28 ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് ഇറങ്ങിയതാണ്. 2 മണിക്ക് എയർപോർട്ടിൽ നിന്നാണ് ട്രിപ്പ് എടുത്തത്. ഇപ്പം താമസിക്കുന്ന എയർപോർട്ടിനടുത്തായതുകൊണ്ട് രാവിലെ 2 മണിക്ക് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്തതാണ്. അത് ഏകദേശം 2.5 മണിക്കൂർ എടുത്തത്. ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. എയർപോർട്ടിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റി വരെയുള്ള ദൂരം ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 650 രൂപയാണ്. അപ്പം ഏതായാലും നമുക്ക് അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത ട്രിപ്പ് എടുക്കാം. ഇപ്പോൾ ശനിയാഴ്ചയാണ്. ഇപ്പം സെപ്റ്റംബർ 27 ശനിയാഴ്ചയാണ് 2025. അപ്പം അടുത്ത ട്രിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പിക്കപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വരത്തില്ല. ഇന്നലെ നമ്മൾ 9 മണിക്കൂർ ജോബ് ചെയ്ത് നമുക്ക് കിട്ടിയത് 2600 രൂപയാണ്. ഊബറിൻ്റെ കമ്മീഷനും പോയിട്ട് 2300 രൂപയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വാടകയും CNG എല്ലാം പോയി 1000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഇന്ന് നമ്മൾ 500 രൂപയ്ക്ക് 530 രൂപയ്ക്ക് CNG അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമ്മളിപ്പോൾ വൈറ്റ് ഫീൽഡാണ്. ഇപ്പോൾ സമയം 7:15 ആയിട്ടുണ്ട്. 7:15. അപ്പോൾ 2 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ 5 മണിക്കൂർ 5.25 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ 5.25 മണിക്കൂറിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 3 ട്രിപ്പാണ് ടോട്ടൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ വരത്തൂർ നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ 3 ട്രിപ്പ് കംപ്ലീറ്റ് ആയി 1410 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 1410 രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ട്രാഫിക് ഉള്ളത് കൊണ്ട് നമുക്കൊരു 50 രൂപ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോവുകയാണ്. രണ്ട് ട്രിപ്പ് നല്ല വലിയ ട്രിപ്പായിരുന്നു. ആദ്യത്തെ ട്രിപ്പിന് നമുക്ക് 650 രൂപ കിട്ടി. പിന്നെ ഒരു 175 രൂപ കിട്ടി. പിന്നെ ഇപ്പം ലാസ്റ്റ് എടുത്ത ട്രിപ്പിന് നമുക്കൊരു 580 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളങ്ങനെ 4ാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:25 ആയി. 8:25. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടുണ്ട്. 390 രൂപയാണ് നമുക്ക് കാണിച്ചിരുന്നത്. നല്ല ട്രാഫിക്കാണ്. ഇന്ന് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അപ്പോൾ 370 രൂപ സംതിങ് കാണിച്ചിട്ട് നമുക്ക് 410 രൂപ കിട്ടിയിട്ടുണ്ട്. ഇന്നെന്താണെന്നറിയത്തില്ല, ഇന്ന് തിരിയാൻ പറ്റാത്ത ട്രാഫിക്. ഏത് വഴിക്ക് പോയാലും ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ് ഇന്ന്. 4 ട്രിപ്പ് നമ്മളിതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഏകദേശം 120 കിലോമീറ്റർ ഓടി. 120 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന മൊത്തം എമൗണ്ട് 1820 രൂപ. 1820 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം അത് പിക്ക് ചെയ്യാൻ പോവാണ്. അത് ഏതോ ട്രാഫിക്കിലേക്ക് തന്നെയാണ് പോകുന്നത് തോന്നുന്നു. അപ്പോൾ ശരി, നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പം നീളം കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ രാമമൂർത്തി നഗറിലാണ്. അപ്പം ട്രിപ്പ് എടുക്കാൻ പോവാണ്. ട്രിപ്പ് നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. ചറപറ നമുക്ക് ട്രിപ്പ് കിട്ടും. പക്ഷേ ഈ ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഏതായാലും ട്രിപ്പ് എടുത്തിട്ട് അടുത്ത ട്രിപ്പിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 2 ട്രിപ്പും കൂടി എടുത്തു. ഇപ്പോൾ ബാനസവാടിയിലാണ്. നമ്മൾ രാമമൂർത്തി നഗറിൽ നിന്ന് കാടുഭീഷണഹള്ളിക്ക് ഒരു ട്രിപ്പ് കിട്ടി. അവിടുന്ന് തന്നെ നമുക്ക് ഒരു പിക്കപ്പ് തിരിച്ചു ഇങ്ങോട്ട് നമ്മൾ എടുത്തോട്ട് തന്നെ കിട്ടി. അപ്പം അങ്ങനെ 6 ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പം
സമയം 10 മണി കഴിഞ്ഞ് 10:10 അപ്പം ഏകദേശം 8 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയാണ് നമ്മൾ. എവിടെയും നിർത്തിയില്ല. മൂത്രം ഒഴിക്കാനല്ലാതെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇനിയിപ്പം എന്തെങ്കിലും കഴിക്കണം. അപ്പം കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും തട്ടുകട നോക്കി പോവുകയാണ്. തട്ടുകടയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ എഗ് റോളോ കാട്ടി റോളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു 100 രൂപയ്ക്കകത്ത് നിൽക്കുന്ന രീതിയിൽ കഴിക്കാനായിട്ട് നോക്കി പോവുകയാണ്. ഇപ്പോൾ 6 ട്രിപ്പ് 8 മണിക്കൂറാണ് നമ്മളെടുത്തത് 6 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. നല്ല ട്രാഫിക്കായിരുന്നു. ഇപ്പം ട്രാഫിക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2500 രൂപയ്ക്കാണ് ഇപ്പോൾ ഓടിയേക്കുന്നത്. 8 മണിക്കൂർ കൊണ്ട് 2500 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് എവിടെയും നൈസായിട്ട് കുറച്ച് നേരം ഒന്ന് നടന്ന് വർത്തണം. കാരണം വണ്ടിയിൽ നിന്ന് മൂത്രമൊഴിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇറങ്ങിയില്ല. ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു 4 ട്രിപ്പും കൂടെ എങ്കിലും എടുക്കണം. ഇന്ന് ഇപ്പോൾ 10 ട്രിപ്പ് ഇന്ന് കഴിഞ്ഞ് ഇന്നലത്തെ ഒരു 2 ട്രിപ്പും കൂടെ ഓടാനുണ്ട്. അപ്പം ഇനിയൊരു 4 അല്ലെങ്കിൽ 5 ട്രിപ്പും കൂടെ എടുക്കണം. നല്ല നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ആഴ്ചത്തെ റെൻറ്റ് നല്ല രീതിയിൽ റെൻറ്റ് വരും. കാരണം ഈ ആഴ്ച നമ്മൾ ട്രിപ്പ് ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഏരിയയിൽ അത്യാവശ്യം ഫുഡ് കിട്ടും. അപ്പോൾ കട കാണും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, കഴിക്കട്ടെ. വണ്ടി ഒതുക്കി കുറച്ച് നേരം കിടക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു കട കണ്ടായിരുന്നു. കട്ടി റോള്, കൊൽക്കത്ത കട്ടി റോള് കണ്ടായിരുന്നു. അതാകുമ്പോഴത്തേക്കും നമുക്ക് 70 രൂപയ്ക്കകത്ത് കാര്യം കഴിയും. അപ്പം അങ്ങോട്ട് പോകുവാണ്. പിന്നെ 155 കിലോമീറ്റർ ഓടി നമ്മുടെ CNG തീർന്നു. സാധാരണ നല്ല ട്രാഫിക് ആയതുകൊണ്ട് പണി കിട്ടി. ഇനിയിപ്പോൾ CNG കൂടെ അടിക്കണം. അപ്പം ഫുൾ ടാങ്ക് 530 രൂപയ്ക്ക് അടിച്ചതാണ്. 530 രൂപയ്ക്ക് അടിച്ചെങ്കിൽ നമ്മളൊരു 200 കിലോമീറ്റർ ഓടേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ 155 2 ഘട്ടം കൂടെ ഉണ്ട്. ഒരു 20 കിലോമീറ്റർ കൂടി ഓടും. അപ്പം ഫുഡും കഴിച്ച് CNG അടിച്ച് വേണം പോകാനായിട്ട്. ട്രാഫിക് ഉള്ള ദിവസം നമുക്ക് മൈലേജൊക്കെ കുറവായിരിക്കും. അപ്പം അതനുസരിച്ച് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. അപ്പം ശരി, ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളൊരു കാട്ടി റോള് കഴിച്ചു 60 രൂപയ്ക്ക്. അതേപോലെ തന്നെ CNG അടിച്ചു. CNG 654 രൂപയായി. 654 രൂപയ്ക്ക് CNG അടിച്ചു. അപ്പോൾ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെയാണ്. CNG ഒക്കെ ചടപടാന്നാണ് തീരുന്നത്. 654 രൂപയ്ക്ക് അടിച്ചാലും നമുക്ക് നാളെ അതിൻ്റെ പകുതി നമുക്ക് ഓടാൻ കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അത്യാവശ്യം ഇവിടെ ഒതുക്കാൻ പറ്റിയ സ്ഥലത്തൊന്ന് ഒതുക്കി കിടക്കാമെന്ന് വെച്ചു. ചുമ്മാ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ CNG കത്തി പോകത്തേ ഉള്ളൂ. അടിക്കാനുള്ള ട്രിപ്പ് അടിക്കും. അപ്പോൾ അടുത്ത ട്രിപ്പ് നോക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ്, സമയം 2 മണി ആയിരിക്കുന്നു. നമ്മൾ പിന്നെ CNG അടിച്ചു. 650 രൂപയ്ക്ക് CNG അടിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ട്രിപ്പും കൂടി എടുത്തു. അപ്പോൾ 11 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. ടോട്ടല് 3400 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. CNG അടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ 75 കിലോമീറ്റർ ഓടി. അപ്പോൾ 75 കിലോമീറ്റർ ഓടിയിട്ടാണ് രാത്രിയിൽ നമുക്ക് 1000 രൂപ കിട്ടിയത്. പിന്നെ ശനിയാഴ്ച
ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ രാത്രിയിൽ നമുക്ക് ട്രിപ്പുണ്ട്, കുഴപ്പമില്ല. പിന്നെ എന്തോ ഞാൻ ഒരു കാര്യം പറയാൻ വന്നായിരുന്നു. അത് എന്തായിരുന്നു? ഇപ്പം നാഗുവാരയാണ് ഇപ്പോൾ ഉള്ളത്. നാഗുവാരയിൽ നിന്ന് ഞാൻ റൂമിലേക്ക് പോവാണ്. എയർപോർട്ട് ഇട്ടിട്ടുണ്ട്. എയർപോർട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എയർപോർട്ട് എടുത്ത് പോകും. ഇല്ലെങ്കിൽ 10-12 കിലോമീറ്റർ നമ്മൾ കാലി പോകണം. അപ്പം നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ പറയാൻ വന്നത് 12 മണിക്കൂറാണ് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തേക്കുന്നത്. കറക്റ്റ് 12 മണിക്കൂർ ലോഗിൻ ചെയ്ത് 3400 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് 11 ട്രിപ്പ്. അപ്പം പിന്നെ വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല. കഴിക്കാനും CNG അടിക്കാനും ഒരു അരമണിക്കൂറാണ് നമ്മൾ മാക്സിമം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ഈ 12 മണിക്കൂർ ലോഗിൻ ചെയ്തതിൻ്റെ അകത്ത് 11 മണിക്കൂർ നമുക്ക് ട്രിപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. ഞാൻ ഇപ്പോൾ ഓടിയതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഷോർട്സ് ആയിട്ട് വല്ലതും ഇടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പം ലൈക്ക് ചെയ്യുക. പിന്നെ ഈ രാത്രിയും ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ വീഡിയോ എടുത്ത് വർത്താനം പറയാനൊക്കെ ഒരു മടിയാണ്, ഒരു ടയേർഡാകും. എനിക്ക് പറഞ്ഞാൽ കാലും കൈയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്പോൾ ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ ശരി, ബൈ.